നമസ്തേ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ സാവിത്രി, 68 വയസ്സുള്ള ഒരു റിട്ടയർഡ് HM ആണ്. ഞാൻ 30 വർഷം ജോലി ഉണ്ടായിരുന്നു. 25 വർഷം ഹൈസ്കൂൾ ടീച്ചറായിട്ടും 5 വർഷം HM ആയിട്ടും ജോലി നോക്കിയിട്ടുണ്ട്. എനിക്ക് ടീച്ചറായിട്ട് ജോലി കുറേ ദൂരെയായിരുന്നു. ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകണമായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ നല്ല നല്ല കാര്യങ്ങളാണ്. എൻ്റെ സമയം എനിക്ക് വളരെയേറെ പ്രയോജനകരമായി ചിലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് കിട്ടും. ഇപ്പം തന്നെ ഞാൻ സ്കൂളിൽ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ തയ്ച്ച നൈറ്റിയാണ്. പണ്ട് നൈറ്റി തയ്ക്കാറുണ്ടായിരുന്നു, പക്ഷേ അത് പണ്ട് തയ്ക്കുന്ന നൈറ്റി ഈ ഫാഷനിലൊന്നും അല്ല. അത് മുകളിലിങ്ങനെ ഈ മുകളിലത്തെ ഭാഗം വെച്ചിട്ട് പ്ലീറ്റ്സ് എല്ലാം ഇങ്ങനെ പിടിപ്പിക്കുമായിരുന്നു. ചെറിയ ഫ്രോക്ക് പോലെ ഇരിക്കും. അന്നേരം ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ട് അതനുസരിച്ച് ഞാനിപ്പോൾ ആ ചാനലിൻ്റെ പേര് ഓർക്കുന്നില്ല. നല്ലൊരു ചാനലാണ്. ഞാനത് ഒന്നുകൂടെ നോക്കട്ടെ, കിട്ടിയാൽ ഞാനത് പറയാം ഏത് ചാനലാണ്. ആ ചാനലിൽ അവർ പറഞ്ഞതനുസരിച്ച് അതേ അളവ് വെച്ച് തയ്ച്ചതാണ്. ശകലം വണ്ണം ഉണ്ട് അവർക്ക്, ആ പഠിപ്പിച്ച് പറഞ്ഞു തന്ന ആൾക്ക്. ഞാനത് പേരൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല, കുറച്ച് നാളായി ഇത് തയ്ച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു ശകലം വലിപ്പം കൂടുതലുണ്ട്. പിന്നെ ഇത് ഈ ഫാഷനിലെ ഒരു നൈറ്റി തയ്ച്ചു. ഇത് ഒരു വ്യത്യാസവും വരത്തില്ല, പറഞ്ഞതുപോലെ തന്നെ തയ്ച്ചാണ്. ചില വണ്ണം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തെ നൈറ്റി JM ക്രിയേഷൻസ് എന്നാണെന്ന് തോന്നുന്നു. അത് തയ്ച്ചത് വളരെ ഇതായിട്ടാണ് ഞാനത്. ഇത് JM ക്രിയേഷൻസ് ആൻഡ് ഫാഷൻസ് എന്ന ചാനലിലെ മോള് തയ്ച്ച നൈറ്റിയാണ്. ആ അളവെല്ലാം അതുപോലെ വെച്ച് തയ്ച്ച നൈറ്റിയാണ്. ഇത് നിങ്ങൾ വേണം എൻ്റെ അഭിപ്രായം പറയാം. ഞാനിത് വീഡിയോ ഇടുന്നത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അത്രയ്ക്കൊന്നും അറിയാൻ വയ്യ. പിന്നെ ഞാനങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. എന്താണ് JM ക്രിയേഷൻസ് ആൻഡ് ഫാഷൻസ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ട അളവനുസരിച്ച് എടുത്തതാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് നോക്കി എല്ലാം പഠിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. മനസ്സിനെ വെറുതെ വിടാൻ അനുവദിക്കരുത്. ഏതെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.